വെച്ചാൽ ഒരു ക്രിസ്മസിൻ്റെ ട്രീ ഉണ്ടാക്കുന്നതാണ്. ക്രിസ്മസ് ഒക്കെ ഇല്ലേ, അപ്പോൾ നമുക്ക് ഒരു ക്രാഫ്റ്റെങ്കിലും ചെയ്തില്ലെങ്കിൽ നാണക്കേടില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളാണ്. വൈറ്റ് പേപ്പർ വേണം, സെല്ലോ ടേപ്പ് വേണം, കത്രിക വേണം, പശ വേണം. അതൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഗ്രീൻ ആയിട്ടുള്ള തോരണമുണ്ട്. എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേക്ക് അന്നൊരിക്കൽ അച്ഛൻ വെറുതെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഞങ്ങൾ അധികം യൂസ് ചെയ്തില്ല. എന്തായാലും ഞാൻ ചിന്തിച്ചു മാറ്റി വെച്ച് എനിക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ആ മേൽവശം പോലെ ഒന്ന് കോണാക്കാൻ ഭയങ്കര പാട്. പിന്നെ ഞാൻ ചിന്തിച്ചു ഇതേപോലെ നമ്മുടെ ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ ആക്കിയിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനെ റോൾ ചെയ്ത് ഒന്നെടുക്കാം. എനിക്ക് പറയാൻ പറ്റുന്നില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലും ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ട് ആ ഒരു മേൽഭാഗത്ത് നമുക്ക് പോയി ഒട്ടിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ സെല്ലോ ടേപ്പ് കൊണ്ടാണ് നമ്മൾ ആ ഒരു മേൽഭാഗം ഒട്ടിച്ചു കൊടുക്കുന്നത്. പശ വെച്ചൊട്ടിച്ചാൽ ചിലപ്പോൾ അഥവാ പെട്ടെന്ന് ഇളകിപ്പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ നശിച്ച് പണ്ടാരടഞ്ഞു. അതുകൊണ്ട് ഞാൻ മേലൊരു ഭാഗത്ത് ഈ സെല്ലോ ടേപ്പ് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബാക്കി ഭാഗം ഇതേപോലെ ഒരു പെൻസിൽ വെച്ച് ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വെട്ടിക്കളയാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിനെ കവർ ചെയ്ത് മാത്രം എടുത്താൽ മതി. അതിങ്ങനെ ഞാൻ മടക്കി വെച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നില്ലായിരുന്നു. ഞാൻ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം വെച്ചാണ് ഞാൻ അതിനൊന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്നൊരു ഇതില്ല എനിക്ക്. അപ്പോൾ അതിങ്ങനെ കറക്കി എടുക്കണോ, അതിപ്പോൾ നേരെ ഇങ്ങനെ അങ്ങ് വെച്ചേക്കണം. അപ്പോൾ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു എഫക്റ്റ് വരാൻ എനിക്കെന്തോ ചെയ്യണമെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെക്കുന്ന അതിൻ്റെ അളവൊന്ന് എടുത്തിട്ട് അത് വെട്ടിയെടുക്കാം. എന്നിട്ട് അതിനെങ്ങനെ കുനുകുനാന്ന് വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ ഒരുമാതിരി നമുക്കൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു എഫക്റ്റായിട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. പിന്നെ ഞാൻ ഒരു പശക്കുപ്പി കുത്തി ഇളക്കി അതിൻ്റെ കുടലും മണ്ടും എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ആ പശ ഒന്ന് എടുക്കുന്നത്. അങ്ങനെ പശ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഒരളവിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അളവിൽ ഞാൻ മൊത്തം ഒന്ന് ഇടിച്ചിട്ട് ബാക്കി ഇച്ചിരി വേസ്റ്റായിട്ട് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ ഇളക്കി കളഞ്ഞു. പിന്നെ ബാക്കി പശ എടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ഒരു എഫക്റ്റായിട്ട് നമുക്കൊന്ന് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഇത് ഫുള്ളൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത ഇതേപോലത്തെ ഒരു കുഞ്ഞ് അളവെടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്ര അളവ് മതി. പിന്നെ മേലോട്ട് വരുമ്പോൾ ഇച്ചിരിച്ച മതിയാവും ഈ ഒരു അളവ്. ഇതേപോലെ പകുതി അളവെടുത്തിട്ട് നമുക്ക് നേരത്തെ പോലെ കുനുകുനാന്ന് വെട്ടി കൊടുത്തിട്ട് ചെയ്യാം. നമുക്കിതേടെ കുനുകുനാന്ന് വെട്ടിയടിച്ച് നമ്മുടെ ഇതേപോലെ ഒന്ന് കറക്കി വെച്ച് ഫുള്ളായിട്ട് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഒരു സ്റ്റാർ ഉണ്ടാക്കണം. സ്റ്റാറിൻ്റെ ഐഡിയ ഒന്നും എനിക്ക് ഒട്ടും അറിഞ്ഞൂടായിരുന്നു. പിന്നെ സ്റ്റാർ അവിടെ കുത്തിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ തന്നെ സ്റ്റാർ ഉണ്ടാക്കുന്നത്. അതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് വരാം. ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് ഞാൻ കാണിക്കാം. ഒരെണ്ണം തന്നെ ചിലപ്പോൾ പകുതിയെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് എനിക്ക് ഒരെണ്ണേ പകുതി ചെയ്യാൻ പറ്റിയിട്ടുള്ളായിരുന്നു. പിന്നെ അടുത്തൊരു ഇതേപോലത്തെ തോരണം എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ചെയ്തപ്പോൾ തന്നെ ഇത്രയും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത ഈ ഒരു ഇതിന് ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പിങ്ക്, യെല്ലോ അങ്ങനത്തെ നല്ല ഡാർക്ക് കളർ വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ പിന്നെ പച്ച എടുത്ത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റിലത്തെ കുറച്ച് പേപ്പർ ബാലൻസ് ഉണ്ട്, അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് സ്റ്റാർ വെക്കണമെന്നുള്ള കാര്യം ആലോചിച്ചത്. അതേപോലെ തന്നെ ഞാൻ അതിൽ നിന്ന് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ആലോചിച്ചിട്ട്. എന്നിട്ട് അതിന് പിങ്കിൻ്റെ പകുതി ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ വെച്ചിത് കട്ടിക്കൊന്ന് ചെയ്യാമെന്ന് കട്ടിക്ക് മടക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ചിട്ട് ഞാൻ വെട്ടിയെടുക്കാമെന്നൊക്കെയാണ് ചിന്തിച്ച് ഞാൻ അതേപോലെ കഷ്ടപ്പെട്ട് ആ കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കി വെട്ടിയെടുത്തതിന് ശേഷം ഈ ഒരു സെല്ലോ ടേപ്പ് വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത്. സെല്ലോ ടേപ്പ് വെച്ച് ആ ഒരു സ്റ്റാറിനെ നമ്മൾ അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചിന്തിച്ചു ഇത്രയും മതി, നല്ല രസമുണ്ടെന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് കുറച്ചൊക്കെ ഡെക്കറേഷൻ വേണ്ട. ഈ ക്രിസ്മസ് ട്രീക്കൊക്കെ കുറച്ച് ഡെക്കറേഷൻസൊക്കെ കാണത്തില്ലേ. അപ്പോൾ അതൊരു മാജിക് ബോക്സിലാണ് ഞാൻ ഇട്ട് വെച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ കളർ തെർമോക്കോളില്ലേ, അതും ഇതേപോലെ എനിക്ക് വാങ്ങിച്ച് ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഞാനത് ഇതിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പിന്നെ ഞാൻ പശ കുത്തിയെടുത്ത് ഓരോ സ്ഥലത്തും ഓരോ
ഈ ഒരു തെർമോകോൾസ് ഒട്ടിക്കുന്നുണ്ട്. എനിക്ക് ആ കൂടി നീലയും പച്ചയും ഓറഞ്ചും ഒക്കെ ചെറിയ ചെറിയ കളേഴ്സേ ഉള്ളൂ, അല്ലാതെ വേറെ അധികം കളേഴ്സ് ഇതിനകത്തില്ല. ഞാൻ പിന്നെ മൊത്തം തട്ടിയിട്ടിട്ട് നോക്കി കണ്ടുപിടിച്ചൊരു നീലയും പിന്നെ ഓറഞ്ചും ഒക്കെ കണ്ടുപിടിച്ചു. ഞാൻ 4-5 അതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം ഒരുപാട് ഓവറാക്കി നമ്മൾ അതിൻ്റെ ഭംഗികൾ നശിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ബാക്കി ഡെക്കറേഷൻസ് കൂടെ ഒക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് തെർമോകോൾ ബോൾസും കൂടെ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.